ഹായ്, കിച്ചുവിൻ്റെ ഒരു ബ്രോഡ്കാസ്റ്റ് വന്നിട്ടുണ്ട്. കിച്ചു സംസാരിക്കുന്നത് ആരായാലും ഇനിഷ്യേറ്റീവ് എടുത്തവർക്ക് ഞാൻ സത്യം തന്നെ ഒരു താങ്ക്സ് പറയുന്നു. ബിക്കോസ് നമ്മളാണ് ചിലരെയൊക്കെ ഒന്ന് കൺസിഡർ ചെയ്യേണ്ടത്. നമ്മുടെ കൈ വിടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ സപ്പോർട്ടോട് കൂടി അതൊന്ന് ഉയർന്നു വരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക തന്നെ വേണം. അങ്ങനെ ചെയ്തവർക്ക് വളരെ നന്ദി എന്നേ പറയാനുള്ളൂ. ഏതായാലും ആ കുട്ടി ഉയർന്നു വരുന്നത് കാണുമ്പോഴുള്ള അസൂയയും കുതന്ത്രങ്ങളുമാണ് നിങ്ങൾ ഇപ്പുറത്ത് കാണുന്ന കുറേ ജോക്കിംഗ് സാധനങ്ങൾ. എനിവേ, നമുക്ക് ഈ വിഷയത്തിൽ ഒരു കാര്യമുണ്ട്. കുട്ടി പറഞ്ഞ 2 പോർഷൻ മാത്രമേ ഞാൻ എടുത്തുള്ളൂ. അവർ പറയുന്നുണ്ട് നമ്മൾ ഇട്ട ഈ ഒരു ബ്രോഡ്കാസ്റ്റ് എടുത്ത് വേറെ രീതിയിൽ പറയും എന്നൊക്കെ. അങ്ങനെയൊന്നുമില്ല കേട്ടോ. നിങ്ങൾ പറഞ്ഞത് ഇതിനകത്ത് എന്തെങ്കിലും ആധികാരികത ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അതിനകത്ത് എടുത്ത് വെച്ച് പറയൂ, അല്ല ചുമ്മാ ഒന്നും എടുത്ത് വയ്ക്കത്തില്ല. അതൊരു തെറ്റായ നരേഷനായിപ്പോയി. എന്നാലും സാരമില്ല, നിങ്ങൾ പറഞ്ഞത് നമ്മൾ ഉൾക്കൊണ്ടു. ഈ ഒരു പോർഷൻ ഇതൊന്ന് കേൾപ്പിക്കണമെന്ന് തോന്നി. നമുക്കതൊന്ന് കേൾക്കാം. ഇതാരാ പഠിപ്പിച്ചെടുത്തത്? സ്വന്തമായിട്ട് എനിക്ക് തന്നെ ഉണ്ടായിരുന്നു സംസാരിക്കണം നല്ലപോലെ. ഒരടുത്ത് നിന്ന് ഒരു നല്ലപോലെ സംസാരിക്കാൻ പറ്റണം. അപ്പൊ അടുത്ത ഓണത്തിന് എന്തായിരിക്കും വലിയൊരു മോട്ടിവേറ്റർ അങ്ങനെ ആവോ? ഇനി എന്താണ് അടുത്ത വർഷം ആവുമ്പോ ലക്ഷ്യം വെച്ചിരിക്കുന്നത്? ഒരു സ്ഥലമെങ്കിലും എങ്ങനെയൊക്കെ ഒന്ന് വാങ്ങണം ഈ പ്രായത്തിൽ. അതാണൊന്ന് ആരും ഇറക്കി വിടാൻ പോകരുത് തന്നെ. ആ ഒരു സംഭവം എനിക്കൊന്ന് ബിൽഡ് ചെയ്തെടുക്കണം. ഇറക്കി വിട്ടോ? ഇല്ല, എനിക്ക് അങ്ങനെ ഒരു ഫീല് തോന്നരുത് നിൽക്കുമ്പോ. സേഫ് പ്ലേസ് എവിടെയാണ്? കൊല്ലം. വീട് സേഫ് ആയിട്ട് നിൽക്കാൻ കൊല്ലം എന്ന് പറയുമ്പോ കൊല്ലത്ത് എനിക്ക് എവിടെ വേണേലും സേഫ് ആയിട്ട് നിൽക്കാം. കൂട്ടുകാരുള്ളതുകൊണ്ട് അതൊരു വലിയ ഇതാണ്. എവിടെ വേണേലും നിൽക്കാം. കൊല്ലത്ത് എവിടെ വീട്? കൊല്ലം മാടനട എന്ന് പറയും. പ്രോപ്പർ കൊല്ലം തന്നെ. ഈ കൊല്ലംകാരെ പറ്റിയിട്ട് ഇനി ഈ വിഷയത്തിൽ ആ കുട്ടി പറഞ്ഞ ഒരു കാര്യം എനിക്കിത് നേരിട്ട് പറയാനുള്ളതേ ഉള്ളൂ. പക്ഷേ ഞാനിത് പബ്ലിക്കിൽ തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു. നിന്നെ ഇറക്കി വിടുന്ന ഒരു സ്ഥലമോ? ഒരു കാര്യം കിച്ചു മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. കിച്ചുവിനെ സപ്പോർട്ട് ചെയ്തത് ജനങ്ങളാണ്, അല്ലാതെ ഫിറോസോ പാതിരിയോ അമ്മയോ ഒന്നുമല്ല. പൊതുസമൂഹമാണ്. ഈ 3 പേരുടെ ഭാഗത്തു നിന്നും സപ്പോർട്ടുകൾ ഉണ്ടായിട്ടുണ്ടാകാം. അത്യാവശ്യം അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു തരം സഹായങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷേ യഥാർത്ഥത്തിൽ നിന്നെ സഹായിച്ചത്, നിനക്ക് ആ വീട് തന്നത് ജനങ്ങളാണ്. ആ ജനങ്ങളോട് നിനക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നിന്നെ ഇറക്കി വിടുന്ന സ്ഥലമല്ലായിരിക്കണമെന്നോ. നിനക്കൊരു വീടുണ്ടാകണം, അത് നീ ഉണ്ടാക്കുന്നതായിരിക്കണം. ആ ആത്മാഭിമാന ബോധമൊക്കെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ നിൻ്റെ അച്ഛനെ സ്നേഹിച്ച ഒരുപാട് പേരുണ്ട്. അവരുടെ ഒക്കെ കയ്യൊപ്പുണ്ട് ആ വീട്ടിനകത്ത്. അത് നിൻ്റെ പേർക്കാണ് ആ വസ്തു ഇരിക്കുന്നത്. യഥാർത്ഥ ഓണർ നീയാണ്. ഇനി നാളെ പിറ്റേന്ന് ഈ കുട്ടിക്ക് ഒരു വിവാഹം വരിക, ആ വീടിനെയും കൊണ്ട് ആ വീട്ടിൽ ചെന്ന് കയറാൻ പറ്റത്തില്ല. കാരണം അട്ടപ്പേറ് കിടക്കുന്ന കുറേ അളയട്ടകൾ അവിടെയുണ്ട്. പിടിച്ച് പുറത്താക്കണം. നിനക്കതിനുള്ള ഗട്ട്സ് ഇല്ലേ? ഇനി ഇതിനകത്ത് തന്നെ ഈ കുട്ടി മറ്റൊരു കാര്യം പറയുന്നുണ്ട്, അച്ഛനുമായിട്ടുള്ള തർക്കത്തിൻ്റെ കാര്യം. ഇതൊക്കെ വെച്ചാണ് പലരും ഭീഷണിപ്പെടുത്തുന്നത്. തർക്കത്തിൻ്റെ പുറത്താണ് ഭീഷണിയെങ്കിൽ അത് മറ്റൊരു രീതിയിലാക്കിക്കൊണ്ട് വന്ന് ആ ഒരു വാചകം എഴുതി കൊടുത്ത് അതിൽ ആത്മപുളകം കൊള്ളുന്ന ഒരു പ്രത്യേകതരം അമ്മയാണ് നമ്മൾ ഇൻ്റർവ്യൂകളിലൊക്കെ കണ്ടിട്ടുള്ളത്. എനിക്കതിനെപ്പറ്റിയൊന്നും പറയാനില്ല. ഓരോരുത്തരുടെ വ്യക്തി ചിന്ത അല്ലെങ്കിൽ അവരുടെ ബോധ നിലവാരം നമ്മളൊക്കെ ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാതാണ് അമ്മയും മകനും തമ്മിലുള്ള ബന്ധത്തിനെ വൾഗറായിട്ട് പറയുന്നത്. അത് കേൾക്കുമ്പോൾ ചിരി വരുന്നത് അത്തരത്തിലുള്ള ബന്ധങ്ങൾ അനുഭവിക്കുകയും സുഖിക്കുകയും ചെയ്യുന്നത് കൊണ്ടായിരിക്കാം. എനിക്കങ്ങനെ ചിരി വരാറില്ല. എനിവേ, ഈ ഒരു വിഷയത്തിൽ കിച്ചു തെറ്റാണെന്ന് ഞാൻ പറയും. കിച്ചു ചെയ്യുന്ന തെറ്റ് തന്നെയാണ്. നിൻ്റെ വസ്തുവാണത്. അത് നിനക്ക് തന്നത് നിൻ്റെ അച്ഛനോടുള്ള കരുതൽ കൊണ്ടാണ്. ഇപ്പോൾ അത് ഒരാൾ ഫ്രീ ആയിട്ട് തന്നു എന്നുള്ള ടൈമാണല്ലോ പറയണത്. അയാൾ എന്തിന് ഫ്രീ ആയിട്ട് തരണം? തന്നെങ്കിൽ അതിൻ്റെ പിന്നിലൊരു കാരണം ഉണ്ടാവത്തില്ലേ? വിൽക്കാതെ കിടക്കുന്ന, ഒരു രീതിയിലും ക്രയവിക്രയം നടത്താൻ ആകാതെ കിടക്കുന്ന വസ്തുക്കൾ ആളുകൾ ശ്രദ്ധിക്കുമെന്നുള്ളത് ഒരു ലാഭേച്ഛ തന്നെയല്ലേ? അത്തരം ഒരു ലാഭേച്ഛയിൽ കിട്ടിയ വസ്തുവാണത്. അത് മാത്രവുമല്ല, അത് നിൻ്റെ അച്ഛനിക്ക് വേണ്ടിയിട്ട് നിൻ്റെ അനിയനും ഒറ്റപ്പെട്ട് കഷ്ടപ്പെടുമെന്നുള്ള പേടി കൊണ്ട് അത് പാടില്ല, ആരും മേടിച്ചിറക്കരുത് എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് വീട് വയ്ക്കാനൊരു സ്ഥലമാണ് തന്നിട്ടുള്ളത്. ആ പൈസ, അതായത് പിരിച്ച പൈസയിൽ ആ വസ്തുവിനുള്ള പൈസയും കൂടെ കിട്ടിയിട്ടുണ്ടാകും. അത് കൊടുത്ത് അത് നിനക്ക് പൂർണ്ണമായി തരേണ്ട ഉത്തരവാദിത്തം അതിൻ്റെ ഇടയ്ക്ക് കളിച്ചവർക്കാണ് വേണ്ടത്. അവരത് മര്യാദയ്ക്ക് ചെയ്യാത്തത് കൊണ്ടാണ് കൊച്ചിന് ഈ ദിവസം കാണേണ്ടി വരുന്നത്. നിന്നെ അടിച്ചിറക്കാനുള്ള എബിലിറ്റിയുള്ള ഒരു കീടം പോലും അതിനകത്തില്ല. എന്തിനേറെ നിൻ്റെ അനിയൻചാരുണ്ടല്ലോ, ആ കുട്ടിക്ക് പോലുമില്ല. കാരണം നിങ്ങൾക്ക് തുല്യമായിട്ടാണ് അത് തന്നിരിക്കുന്നത്. അതിലും നീയാണിപ്പോൾ അധികാരി. നിനക്ക് നിശ്ചയിക്കാം അവിടെ ആര് കിടക്കണം വേണ്ട എന്നുള്ളത്. നിൻ്റെ ഔദാര്യത്തിൽ താമസിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നീ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, ഒന്നുകിൽ അതിൻ്റെ പങ്ക് നിങ്ങൾക്ക് തരാൻ പറഞ്ഞിട്ട് ഒഴിവാക്കി വിടുക, അല്ലെങ്കിൽ നിൻ്റെ അമ്മയെയും കൂട്ടിയിട്ട്, അതായത് നിൻ്റെ അച്ഛൻ്റെ അമ്മയെയും കൂട്ടിയിട്ട് ആ വീട്ടിൽ പോയി താമസിക്കുക. അതിനുള്ള ധൈര്യം കാണിക്കുക. നിൻ്റെ വീടാണത്. അവിടെ കിടക്കണ എച്ചില പറക്കികളെ പറക്കി ദൂരെ പറയുക, ഇറങ്ങിപ്പോന്ന് പറയണം. അവർക്ക് വേണമെങ്കിൽ വേറെ പോയി വീട് വെച്ചുണ്ടാക്കട്ടെ എന്ന് പറയണം. നിൻ്റെ വീട് വെച്ചിരുന്ന സമയത്ത് അത് മേജറായിരുന്നത് നീ മാത്രമായിരുന്നില്ലല്ലോ. എന്തുകൊണ്ടാണ് നിനക്ക് മാത്രം തന്നത്? അപ്പോൾ അതിൻ്റെ അവകാശികൾ നിങ്ങൾ 2 ആളായതുകൊണ്ടല്ലേ.
അച്ഛനാണ് യഥാർത്ഥ അവകാശി. മരിച്ചുപോയ നിൻ്റെ അച്ഛൻ്റെ സ്വത്താണത്. അത് ജനങ്ങൾ തന്നതാണ്. ജനങ്ങൾ മനഃപൂർവ്വം മനസ്സോടുകൂടി തന്നതാണ്. അതിനകത്തുള്ള ഓരോ ഫർണിച്ചർ ഉൾപ്പെടെ നാട്ടുകാർ വാങ്ങിച്ചു തന്നതാണ്. അത് നിനക്കും കൂടി വേണ്ടിയിട്ടാണ്. നിന്നെ മുൻനിർത്തിയാണ്. നിന്നെ കാണിച്ചുകൊണ്ട് അത് സമ്പാദിച്ചെടുത്ത ശേഷം നിന്നെ ചവിട്ടി പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ മോനെ നീ അച്ഛനെ തിരുത്തി എന്ന് പറയുന്നുണ്ട്. ഇതിനകത്ത് അവൻ അച്ഛനെ തിരുത്തിയ ഒരു കാര്യം പറയുന്നുണ്ട്. അത് നമുക്കൊന്ന് കേൾക്കാം. അച്ഛനായിട്ട് ഞാൻ ഒരു വട്ടം ഒരു വഴക്കായ. പക്ഷെ എന്റെ ഒരു മനസ്സിലൊരു സംഭവം എന്ന് വെച്ചാൽ എനിക്ക് വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്തു. എനിക്ക് തിരിച്ചൊരു സന്തോഷിപ്പിക്കാനായിട്ട് ഒരു കാര്യം പോലും എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടില്ല. എനിക്ക് വേണ്ടത് ഇത്ര വരെ എനിക്ക് ചെയ്തു തന്നു. പക്ഷെ ഞാൻ അതുപോലെ അന്ന് മനസ്സിലാക്കിയെടുത്തില്ല ഓരോ കാര്യങ്ങൾ. അതൊക്കെ ഭയങ്കര ഒരു റിഗ്രറ്റ് ആയിട്ട് ഇങ്ങനെ കിടക്കും. അടിയുണ്ടായ സാഹചര്യം എന്തായിരുന്നു? അത് ഇങ്ങനെ വെള്ളം അടിച്ചിട്ടൊരു സംഭവം വന്ന് അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സംസാരമായി. അപ്പൊ അച്ഛനോട് പറയാറുണ്ട് ഇങ്ങനെ കുടിക്കല്ലേ അങ്ങനെ? പറയാറുണ്ട്. അതിപ്പം എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവം. അച്ഛൻ്റെ കൂട്ടുകാരാണെങ്കിലും ഇത് കുറച്ചൊരു ഇതായിരുന്നു. പക്ഷെ വലിയ കുഴപ്പമൊന്നുമില്ല. ഞാൻ മാക്സിമം കൺട്രോൾ ചെയ്ത് വെക്കുമായിരുന്നു. ഞാൻ ഉണ്ടെങ്കിൽ ഇല്ലാത്തതില്ല. ഞാൻ ഭയങ്കര കൺട്രോൾ ചെയ്ത് വെക്കും. ഇപ്പം ഈ കണ്ണുള്ളപ്പോൾ അതിന്റെ വാല്യൂ അറിയാം. അതാണ് അതിൻ്റെ സത്യം. ആ കുട്ടി അത് തിരുത്തിയിട്ടുണ്ട്. കള്ളു കുടിച്ച് തോന്നിവാസങ്ങൾ കാണിച്ച മക്കൾ കണ്ടുകൊണ്ടിരുന്ന വല്ലതുമൊക്കെ പറഞ്ഞു എന്ന് വരും. ഈ ഒരൊറ്റ കാര്യം പറഞ്ഞ് കുത്തി 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 അവനെ ഇല്ലാണ്ടാക്കി. അവന് സത്യത്തിൽ ഇങ്ങനെ ഒരു ഡിപ്രഷനിലേക്ക് കൊണ്ടുപോയതിൻ്റെ ഒരു കാരണം ഇതായിരിക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കുട്ടി അങ്ങനെ ഒരു മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടാവാം ദേഷ്യത്തിൻ്റെ പുറത്ത്. ആ ഒരു കാരണം കാണിച്ചുകൊണ്ട് അവനെ ഇല്ലാണ്ടാക്കിയിട്ടുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. കഷ്ടം. അതത്ര വിഷമത്തോടു കൂടിയാണ് ആ കാര്യം പറയുന്നത്. 100% തിരുത്താൻ പറ്റുന്നത് തിരുത്തുക തന്നെ ചെയ്യണം. അച്ഛനെ തിരുത്തിയെന്ന് ഒരു കുഴപ്പമില്ല. അമ്മ തെറ്റ് ചെയ്താലും മക്കളാണ് തിരുത്തേണ്ടത്. ആ ഒരു കാര്യത്തിൽ നീ മിടുക്കനാണ്. 2 പേർക്കും തെറ്റുകൾ പറ്റി അത് നീ ചൂണ്ടി കാണിച്ചിട്ടുണ്ട്. അത് മനസ്സിലാക്കാതെ പിന്നെ നിന്നെ ആക്രമിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ബോധവും വിവരവും ഇല്ല എന്നാണ്. പക്ഷേ ഞാനൊരു കാര്യം പറയാം. ഇത്രയും ധൈര്യത്തോടു കൂടി ജീവിതത്തെ കണ്ട, ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായി ബോധ്യപ്പെട്ട നീ ഇനിയും മിണ്ടാതിരിക്കുന്നത് ഇവർക്ക് വളം വെച്ചു കൊടുക്കും. നിനക്കെതിരെ, നിന്റെ അച്ചമ്മയ്ക്കെതിരെ, നിന്റെ കുടുംബത്തിനെതിരെ സംസാരിക്കുന്നവർക്കെതിരെ കർശനമായ നിയമ നടപടിയുമായിട്ട് മുൻപോട്ട് പോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ നീ ഇത് കേൾക്കണം? നിന്റെ അച്ചമ്മ ഇതിനകത്ത് എന്തിലെങ്കിലും ഉണ്ടോ? ആ കുടുംബം എന്തിലെങ്കിലും ഉണ്ടോ? പോട്ടെ, ഞാൻ അവിടെ വന്നപ്പോൾ എന്നോട് എന്തെങ്കിലും മോശം പറഞ്ഞോ? ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ എന്തൊക്കെയാണ് പറഞ്ഞു പരത്തുന്നത്? അതിനെതിരെ കർശനമായിട്ട് നിങ്ങൾ നടപടിയെടുക്കുകയാണ് വേണ്ടത്. അച്ഛനോട് സ്നേഹമുണ്ടെങ്കിൽ അച്ഛനോട് ചെയ്യാൻ നിനക്ക് ഉള്ളത് ഏറ്റവും നല്ലൊരു കാര്യമെന്നറിയാമോ? അച്ഛൻ്റെ പേര് നിരന്തരം നശിപ്പിക്കുന്ന, അച്ഛനെ ദേഷ്യത്തോടു കൂടി ഓർക്കുന്ന സമൂഹത്തിന് എൻ്റെ അച്ഛൻ എന്നെ വളർത്തിയിട്ടുണ്ട്, എൻ്റെ അച്ഛനെ നിങ്ങൾക്ക് കാണണമെങ്കിൽ എന്നിലൂടെ കാണൂ എന്ന് പറഞ്ഞുകൊണ്ട് നിൻ്റെ ഉയർച്ച, നിൻ്റെ മാന്യത, നിൻ്റെ ഏറ്റവും നല്ല മാന്യമായ പ്രവൃത്തികളിൽ കൂടെ നിൻ്റെ അച്ഛൻ്റെ തല ഉയർത്തിപ്പിടിക്കാൻ നിനക്കേ സാധിക്കുള്ളൂ. നിന്റെ അച്ഛൻ്റെ തല താഴ്ത്താനുള്ള കാരണക്കാരായവർക്കെതിരെ കർശനമായി നിലകൊള്ളുകയാണ് വേണ്ടത്. ശക്തമായി നിലകൊള്ളുകയാണ് വേണ്ടത്. ഒളിച്ചോടുകയല്ല വേണ്ടത്. സംസാരിക്കാൻ പഠിച്ചില്ലേ? ഇനി മുന്നോട്ടും ഉണ്ടാകും. അങ്ങനെ തന്നെ ചെയ്യണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഇതിനകത്തൊരു കാര്യമുണ്ട്. ഇപ്പോൾ നമ്മുടെ വീടുകളിൽ എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ എൻ്റെ കുട്ടികൾ എന്നെ തിരുത്താറുണ്ട്. 100% എന്നെ തിരുത്താറുണ്ട്. അതിൽ എൻ്റെ ഏറ്റവും ഇളയ വാവയാണ് ഭയങ്കരമായിട്ട് തിരുത്തുന്നത്. നിസ്സാര തെറ്റ് പോലും അവൻ ചൂണ്ടിക്കാണിക്കും. അതാണ് വേണ്ടത്. യഥാർത്ഥത്തിലുള്ളൊരു മക്കൾ അങ്ങനെയായിരിക്കണം. അല്ലാതെ നമ്മുടെ അമ്മ ചെയ്യുന്നതെല്ലാം ശരി, അച്ഛൻ ചെയ്യുന്നതെല്ലാം ശരി എന്ന് പറയുന്ന മക്കൾ അവരുടെ കാര്യലാഭത്തിന് വേണ്ടി അപ്പോഴും പറയുന്നതാണ്. പിന്നീട് അവരിട്ട് ചവിട്ടും. അതിനേക്കാൾ എത്രയോ ഭേദമാണ് അവരുടെ ജീവിതവും കൂടെ ബാധിക്കപ്പെടുന്നതാണ് പേരൻസ് എന്തെങ്കിലും തോന്നിവാസം കാണിച്ചാലെന്ന്. ഇവന് വേണ്ടിയിട്ടാണ് അവളെ വിവാഹം കഴിച്ചതെന്ന് പറയുന്നുണ്ട്. അതൊരു കാര്യം നിൽക്കട്ടെ. 11 വയസ്സ് തൊട്ടാണ് നോക്കിയെന്ന് പറയണം. ഇവൻ 9ാം ക്ലാസ് വരെ പഠിച്ചത് കൊല്ലത്ത് 9ാം ക്ലാസ് വരെ പഠിക്കണമെങ്കിൽ 14 വയസ്സാവണം. ഈ 14 വയസ്സ് വരെ കോട്ടയത്ത് നിന്ന് ജമ്പ് ചെയ്താണോ എന്തോ എനിക്കറിയത്തില്ല. അതേസമയം ഇവൻ്റെ അമ്മമ്മ, അതായത് ഇവൻ്റെ അച്ഛൻ്റെ അമ്മയുടെ കൂടെ ഇരിക്കുമ്പോഴത്തേക്കും പറയുന്നുണ്ട്, ആ സംസാരത്തിനിടെ സ്വീറ്റ് ആയിട്ടുള്ളൊരു സംസാരം ഇവൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് പറയുന്നുണ്ട് ഞാൻ വളർത്തിയ മകനാണ് എന്നവർ പറയുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്കൂടെ ആരാണ് എന്തോ വലിയ അമ്മച്ചിയായത് എനിക്ക് മനസ്സിലായിട്ടില്ല. അതൊരു പ്രത്യേകതരം അമ്മച്ചിയാണ് അതിൻ്റെ ഇടയിൽ കൂടെ കുത്തി കയറിയത്. കഴപ്പ് മൂത്ത് ചെറുക്കനെ വളയിലാക്കി എങ്ങനെയെങ്കിലും അയാളുടെ ജീവിതത്തിലേക്ക് കുത്തി കയറിയതാണ്. എന്തായാലും മൈക്കാർഡ് സിസ്റ്റത്തിന് ഒരിക്കലും സ്വപ്നം കാണാൻ പറ്റാത്ത തക്കവണ്ണമുള്ള ഒരു ജീവിതശൈലിയിലേക്ക് ഉയർന്നു വന്നതിന് ഈ കുട്ടി ഒരു കാരണമായി എന്നുള്ളതാണ്. അത്രയും നല്ലൊരു കുഞ്ഞ്. അതിനെ ചേർത്തണച്ച് പിടിച്ച് മുന്നോട്ട് വന്നിരുന്ന എവിടെയോ എത്തി നിൽക്കുമായിരുന്നു. അങ്ങ് അഭിനയിച്ച് തകർക്കുന്ന ഒന്നും പറയാനില്ല. വല്ലതും പറഞ്ഞാൽ കൂടിപ്പോവും. അതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലൊന്നും പറയുന്നില്ല. പക്ഷേ കുട്ടിയെ നിന്നോട് പറയാനുള്ളത് കീപ് ഗോയിങ്. ഇപ്പോൾ പോകുന്ന ലൈനാണ് കറക്റ്റ്. മേ ബി നല്ല ബ്രാൻഡായിരിക്കാം. അത് കൂടുതൽ വൈഡായിട്ട് കൂടുതൽ കാര്യങ്ങളിലേക്ക് എത്തട്ടെ. സഹായിക്കാൻ ഒരുപാട് പേരുണ്ടാകും. ഇങ്ങനെ വാങ്ങിക്കുന്നതിൽ ഒരു അഭിമാനവും ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. കൊച്ചിൻ അനീപ മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും 2 കുട്ടികളെയും പൊന്നുപോലെ നോക്കിയത് ദിലീപാണ്.
ദിലീപിന് ഇത്രയും പ്രോബ്ലംസ് ഉണ്ടായിട്ടും എവിടെയും ദിലീപ് വന്നിട്ട് അത് ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞില്ല. എത്രയോ നടീനടന്മാരുണ്ടായിട്ട് പോലും ആർക്കും അത് ചെയ്യണമെന്ന് തോന്നിയില്ല. പക്ഷേ ദിലീപ് അത് ചെയ്തിട്ടുണ്ട്. ഇത്രയും കാലം വരെയും ദിലീപ് ആ കുട്ടികളെ നോക്കിയിട്ടുണ്ടെങ്കിൽ അത് ചെറിയ കാര്യമൊന്നുമല്ല. പക്ഷേ അവർക്ക് അത് തോന്നരുത്, ഞാൻ കൊടുക്കുന്ന ഭിക്ഷയാണെന്ന് അവർക്ക് തോന്നാതിരിക്കാൻ അയാളുടെ ഒരു വാഹനം അയാൾ എടുത്തിട്ട് അതിൻ്റെ റെൻ്റ് എന്ന ബേസിൽ ഒരു തുക കൊടുത്തു. മാസം ആ തുക കൊണ്ട് ജീവിച്ചവരാണ് അവർ. അത് നിസ്സാരമാണെന്നാണോ വിചാരിക്കുന്നത്? എത്ര ഗ്രേറ്റ് ആണെന്ന് ആലോചിച്ച് നോക്കിയാണ്. അഭിമാനമുള്ളവർക്ക് മാത്രം മനസ്സിലാവുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. ആ കുട്ടിയും അതാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്, അവൻ്റെ ബ്രാൻഡിൽ കൂടെ അവനെ സപ്പോർട്ട് ചെയ്യാൻ. അതിനകത്ത് തുകയോ അല്ലെങ്കിൽ അതിനകത്ത് മറ്റെന്തെങ്കിലും ഒന്നും നോക്കാതെ സഹായിക്കേണ്ടവർ അവൻ അങ്ങനെയാണ് സഹായിക്കേണ്ടത്. അവൻ പറയുന്നത് യഥാർത്ഥത്തിൽ സ്വാഭിമാന ബോധമുള്ളൊരു കുഞ്ഞു പറയുന്ന കാര്യമാണ്. അങ്ങനെ വേണം നമ്മൾ ആഗ്രഹിക്കാൻ. അല്ലാണ്ട് എല്ലാവരും എനിക്ക് തരട്ടെ, എല്ലാവരും വരൂ, എന്ത് വേണോ എന്നെപ്പറ്റി പറയൂ, എൻ്റെ അമ്മയും മകനും തമ്മിലുള്ള ബന്ധത്തിനെ പറ്റി മോശം പറയൂ, കുഴപ്പമില്ല, കൂടുതൽ ഇൻ്റർവ്യൂസ് വരട്ടെ, കൂടുതൽ പണം വരട്ടെ, ആ പണം കൊണ്ട് ഞാൻ അങ്ങനെ ദൂർത്ത് ജീവിക്കട്ടെ എന്ന് പറയുമ്പം ദൈവം ഇറങ്ങി നിന്ന് സംസാരിക്കും. ദൈവം സംസാരിച്ചിട്ട് പോലും തിരിച്ചറിവില്ലാതെ വീണ്ടും ഇരുന്നുകൊണ്ട് കുരവള്ളി പൊട്ടിക്കുന്നുണ്ടെങ്കിൽ ഒന്നും പറയാനില്ല. ഇനിയും ദൈവത്തിന് പ്രവർത്തിക്കേണ്ടി വരും എന്ന് മാത്രം മനസ്സിലാക്കുന്നു. സോ ഈ വിഷയത്തിൽ എൻ്റെ അഭിപ്രായം ഇതാണ്. കീപ് ഗോയിങ്, നന്നായിട്ട് വരട്ടെ, നല്ലതേ വരുള്ളൂ, നിനക്ക് നന്മയേ വരുള്ളൂ. കാരണം നിൻ്റെ പ്രായത്തിൽ ഇതുപോലുള്ള തെറ്റുകൾ ചെയ്യാത്തവരായിട്ട് ആരും ഉണ്ടാവത്തില്ല, എല്ലാ കുട്ടികൾക്കും ഉണ്ടാവും. അമ്മ കൂടെ ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനത്തെ തെറ്റുകൾ സംഭവിക്കുക തന്നെ ചെയ്യും. ഇനി അമ്മ കൂടെയുള്ള കുട്ടികൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പൂർണ്ണ ഉത്തരവാദി ആ അമ്മയാണ്. മക്കൾ തെറ്റിലേക്ക് പോകാതിരിക്കുക എന്നുള്ളത് ഒരു അമ്മ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അമ്മ കൂടെ ഉണ്ടെങ്കിൽ മക്കൾ തെറ്റ് ചെയ്താൽ ഉത്തരവാദി അമ്മയും കൂടെയാണ്. ഞാൻ പല ആളുകാരും ഇതുപോലുള്ള മോശം കുട്ടികളെയൊക്കെ ലൈംഗികമായിട്ട് നശിപ്പിക്കുന്ന കാണുമ്പോഴത്തേക്ക് ഞാൻ അമ്മമാരെ പറയുള്ളൂ. നമ്മുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കാതെ വന്നതുകൊണ്ടാണ് ആ കുട്ടികൾ ഇത്തരത്തിലുള്ള മ്ലേച്ഛതകൾ കാണിക്കുന്നത് എന്നുള്ളതാണ് ഒരു വസ്തുത. അപ്പോൾ കൂടെ ഉണ്ടായിരുന്നത് അമ്മയല്ല, ഒരു ഡമ്മി ആയിരുന്നു എന്ന് നിനക്കിപ്പം മനസ്സിലായി കാണും. ഇനിയും നീ മാറി നിൽക്കേണ്ട കാര്യമില്ല. നിയമപരമായി മുന്നേറാനാണ് ഞാൻ പറയുന്നത്, അവിടെ പോയി വേളം വയ്ക്കാനല്ല. നിയമപരമായിട്ട് നിനക്ക് കിട്ടേണ്ടത് കിട്ടണം. അവിടെ താമസിക്കുന്നവർ വാടക തരണം. നിൻ്റെ അനിയന് താമസിക്കാനുള്ള റൈറ്റ്സ് ഉണ്ട്, ബാക്കിയുള്ളവർ താമസിക്കുന്നെങ്കിൽ അതിന് വാടക നീ വാങ്ങിച്ചെടുക്കുക എന്നുള്ളതാണ്. വല്ലവൻ്റെയും പറമ്പിൽ വീട് കൊണ്ട് വെച്ചാൽ ഇങ്ങനെ ഇരിക്കും എന്നുള്ളതിൻ്റെ തെളിവാണ് ഇവിടെ വന്നിട്ട് മിണ്ടാതെ പൊത്തിക്കൊണ്ട് കിടക്കണമെന്നുള്ള ഓർഡറൊക്കെ വരുന്നത്. ഇവൻ്റെയൊക്കെ കയ്യിൽ നിന്ന് വസ്തു വാങ്ങിക്കേണ്ടി വന്ന ഗതികേട് ഓർക്കുമ്പോൾ ഛേ എന്ന് തോന്നുന്നു. അത്രയേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. നന്ദി.